ഹായ്, വെൽക്കം ബാക്ക്. ഇന്ന് നമുക്ക് കണവയും ചെമ്മീനും കൊണ്ട് ബട്ടർ വെച്ച് ഒരു റെസിപ്പി ഉണ്ടാക്കാം. അതിനായി ഞാൻ ഒരു 200 ഗ്രാം ചെമ്മീനും ഒരു 1/2 കിലോ കണവയും എടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് ക്ലീൻ ചെയ്ത് എടുക്കാം. അങ്ങനെ നമ്മൾ ചെമ്മീനും കണവയും നന്നായിട്ട് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നൊന്ന് നോക്കാം. അതിനായി ഞാനൊരു കുറച്ച് കൂടുതലാണ് വെളുത്തുള്ളി എടുത്തിരിക്കുന്നത്. പിന്നെ ഇഞ്ചിയും, വെളുത്തുള്ളിയാണ് കൂടുതൽ എടുത്തിരിക്കുന്നത്, ഇഞ്ചി ഒരു ചെറിയ പീസ്, എല്ലാം നന്നായിട്ട് ചതച്ച് എടുത്തിട്ടുണ്ട്. പിന്നെ 2 പച്ചമുളക് ചെറുതായി അരിഞ്ഞത്, 2 സവാള, ഇടത്തരം 2 സവാള ഇതും അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ ഒരു പാൻ അടുപ്പി വെച്ചിട്ടുണ്ട്. അത് നല്ലതായിട്ട് ചൂടായി. അതിനകത്തോട്ട് നമ്മൾ ഇതിൽ ചേർക്കുന്നത് മെയിനായിട്ട് ബട്ടറാണ്. നമുക്കൊരു പീസ് ബട്ടർ ഇടാം. ഒരു പീസ് കൂടെ ഇട്ടിട്ടുണ്ട്. നേരത്തെ ഇട്ടത് ചെറിയ പീസായിപ്പോയി. അതുപോലെ ഒരു പീസ് കൂടെ ഇട്ടിട്ടുണ്ട്. ബട്ടർ മെൽറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കൊരല്പം സൺഫ്ലവർ ഓയിൽ കൂടി ഉപയോഗിക്കാം. അതാണ്ട് ഒരു ടീസ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വെളുത്തുള്ളി ഇടാം. നന്നായിട്ട് ചതച്ചതാണ്. അതൊന്ന് ചെറുതായിട്ടൊന്ന് വാടിയതിന് ശേഷം ഇഞ്ചി ഇടാം. നന്നായി ഒന്ന് ചെറിയൊരു കളർ മാറ്റം വന്നതിന് ശേഷം നമുക്ക് സവാള ഇടാം. ഇനി സവാള ഇടാം. നന്നായിട്ടൊന്ന് വഴറ്റാം. അതുകൊണ്ട് ഒരു ഗോൾഡൻ കളർ ആവുന്നത് വരെ നമുക്ക് വഴറ്റിയതിന് ശേഷം ബാക്കിയുള്ള സാധനങ്ങൾ ഇടാം. ഉപ്പിടുമ്പോൾ പെട്ടെന്ന് വഴണ്ടി വരും. നമുക്കൊരു 1/4 ടീസ്പൂൺ ഉപ്പിടാം. ഇനി ഒരു 2 ടീസ്പൂൺ കറിവേപ്പില കൂടി ഇടാം. നന്നായിട്ടൊന്ന് വഴറ്റാം. നമുക്ക് അരിഞ്ഞ് വെച്ചിരുന്ന ആ പച്ചമുളക് കൂടി ഇടാം. നമ്മളൊരു ചെറിയ ഉള്ളി ഒരു 7-8 പീസ് എടുത്തിട്ടുണ്ട്. അതുകൂടെ ഒന്ന് ചതച്ച് നമുക്കിതിലോട്ടിടാം. ചെറിയ ഉള്ളി കൂടെ ഇടാം. ഞാൻ ചെറിയ ഉള്ളി ഇടാൻ വിട്ടുപോയായിരുന്നു. സവാള ഏതാണ്ടൊക്കെ ബ്രൗൺ കളറായിപ്പോയി. കുഴപ്പമില്ല, നമുക്കൊന്നും കൂടെ നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇനി നമുക്ക് പൊടികളെല്ലാം ഇടാം. ആദ്യം 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ സാദാ മുളക് പൊടി, 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി. നമുക്ക് ഒന്നുകൂടി വഴറ്റാം. ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല കൂടി ഇടാം. നമ്മൾ എടുത്ത് വെച്ചിരുന്ന കണവ, 2 കണവ ശരിക്കും കട്ട് പീസുകളാക്കി വെച്ചിട്ടുണ്ട്. അതാദ്യം ഇടാം. ചെമ്മീനിടാം. നന്നായിട്ട് യോജിപ്പിച്ച് നമുക്കൊന്ന് ഒരു 5 മിനിറ്റ് അടച്ച് വെച്ച് വേവിക്കാം. ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇടയ്ക്ക് ഞാനൊന്ന് തുറന്ന് ഇളക്കിയായിരുന്നു. ഇനി ഞാൻ കുറച്ച് വെള്ളം ചൂടാക്കി വെച്ചിട്ടുണ്ട്. അതൊന്ന് ഇതിലോട്ട് ഒഴിക്കാം. ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. നമുക്കൊന്നുകൂടി നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അടച്ച് വെച്ച് ഒരു 15 മിനിറ്റ് കൂടി വേവിക്കാം. ഇടയ്ക്ക് നമുക്ക് ഉപ്പൊന്ന് നോക്കണം. നോക്കിയതിന് ശേഷം കുറവാണെങ്കിൽ വീണ്ടും ഇടാം. ഏതാണ്ട് 20-25 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് ഒന്ന് തുറന്ന് നോക്കി ഒന്ന്
ഇളക്കി നോക്കാം. ഒന്ന് വെന്താന്ന് നോക്കാം. നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്കൊരു അല്പം ബട്ടർ കൂടി ഇതിലിടാം. ഇട്ട് ഒന്ന് മെൽറ്റായതിന് ശേഷം നമുക്ക് ഒരു 2 തണ്ട് കറിവേപ്പിലയും അല്പം മല്ലിയിലയും കൂടി ഇടാം. ഇനി 1 മിനിറ്റ് അങ്ങ് അടച്ചു വെച്ചിട്ട് നമുക്ക് സെർവ് ചെയ്യാനായിട്ട് എടുക്കാം. നല്ല അടിപൊളി മണമൊക്കെ ഉണ്ട്. ഞാനിതിലേക്ക് കഴിക്കാനായി പത്തിരിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. നമുക്കതൊന്ന് കഴിച്ച് നോക്കാം. നല്ല അടിപൊളി കളറൊക്കെ ഉണ്ട്. നല്ല നമ്മളെ കാശ്മീരി ചില്ലിയുടെ കളറും എല്ലാം കൂടി ആയപ്പോൾ നല്ല ടേസ്റ്റുമാവും. നിങ്ങളെല്ലാവരും ഒന്നിത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണേ. ഒരു വെറൈറ്റിയാണിത്. ചെമ്മീനും കണവയും കൂടി ആയപ്പോൾ വേറൊരു ടേസ്റ്റാണ്. നിങ്ങളൊന്ന് വീട്ടിൽ ചെയ്ത് നോക്കിയിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. എന്നിട്ടൊന്ന് സപ്പോർട്ട് ചെയ്ത് നിങ്ങളൊന്ന് ഇത് തീർച്ചയായിട്ടും മസ്റ്റായിട്ടും ഉണ്ടാക്കി നോക്കണം. ഓക്കെ, ഇത് പത്തിരി, ദോശ, അപ്പം, പൊറോട്ട എല്ലാത്തിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ്. ഓക്കെ, ബൈ ബൈ.